സോ ആ സമയത്ത് ഏതെങ്കിലും ഫ്രണ്ട്സോ ലൈക്ക് നമുക്കൊരു ഓക്കെ എന്നെ പോലെ ഞാൻ മാത്രമല്ല ആ സമയത്തൊക്കെ ഇപ്പൊ എന്ന് പറയുന്നത് ആൾക്കാർ ഓപ്പൺ അപ്പായി പറയുന്നുണ്ട്. പക്ഷെ മാമിന്റെ ആ ഒരു കുറച്ച് വിന്റേജ് ടൈം ആണല്ലോ, അതുകൊണ്ട് തന്നെ ആൾക്കാർ ഓപ്പൺ അപ്പായി പറയാൻ കുറച്ച് പേടിയായിരുന്നു ആൾക്കാർക്ക്. സോ ആ സമയത്ത് ഇങ്ങനെയുള്ള ഒരു ഫ്രണ്ടോ ഒരു സപ്പോർട്ടറോ അങ്ങനെ ഫസ്റ്റ് ഒരു ഫ്രണ്ട് ചോദിക്കുകയാണെങ്കിൽ ആരായിരിക്കും മാമിന്റെ ലൈഫിലോട്ട് വന്ന്? ഓഫ് കോഴ്സ് മൈ മദർ. ഡെഫിനറ്റ്ലി യെസ്, ബിക്കോസ് എൻ്റെ ലൈഫിൽ എല്ലാ പ്രധാനപ്പെട്ട ഡിസിഷൻസ് എടുത്ത സമയത്തും ദ സ്ട്രോങ് പില്ലർ എന്ന് പറയുന്നത് അമ്മയായിരുന്നു. ചെയ്യ്, നമുക്ക് നോക്കാം. ബിക്കോസ് അത്രയും ക്രൂഷ്യൽ ആയിട്ടുള്ള ഘട്ടങ്ങൾ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതായത് ഡാൻസ് പ്രൊഫഷനാക്കി എടുക്കുന്ന എന്തെങ്കിലും നമ്മൾ ഇൻകം ബേസ്ഡ് ആയിട്ടുള്ള ഒരു ജോബ് സെർച്ച് ചെയ്ത് പോവാം എന്ന് മറ്റുള്ള അമ്മമാരും പറയുന്ന ഒരു ഘട്ടത്തില് അമ്മ പറഞ്ഞു യു ഗോ ഇറ്റ്, ചെയ്യ് എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഫാദർ, അച്ഛൻ വാസ് ലൈക്ക്, ഞങ്ങൾക്ക് ഒരു നല്ലൊരു അച്ഛനായിരുന്നില്ല ആ സമയത്ത് പോലും. അമ്മ എൻ്റെ ഒപ്പം നിന്നു എന്നുള്ളതാണ്. ദെൻ അത് കഴിഞ്ഞ് കമൗട്ട് ആവുന്ന സമയത്തും ഞാൻ അമ്മയോട് പറഞ്ഞപ്പോഴത്തേക്കും അമ്മ കൺസേൺഡ് ആയിരുന്ന ഒരു വിഷയം അബൌട്ട് ദി സർജറി ആൻഡ് എവറിത്തിങ്. ഒരു പേടി എല്ലാവർക്കും ഉണ്ടാവും സർജറി ചെയ്ത് കഴിഞ്ഞാൽ. ബിക്കോസ് ആ സമയത്ത് ഒരുപാട് ഇഷ്യൂസ് സർജറി ബേസ് ചെയ്ത് നടക്കുന്ന സമയമാണ്. അപ്പൊ അതിനെക്കുറിച്ച് അമ്മ കൺസേൺഡ് ആയിരുന്നു. സോ ഇല്ല, ഐ എഡ്യൂക്കേറ്റ് ഹെർ ഇങ്ങനെയാണ് എന്ന്. ഓക്കെ ആയിരുന്നു. നൗ ഷീ ഈസ് വിത്ത് മീ. ആൻഡ് അമ്മ എൻ്റെ കൂടെ സപ്പോർട്ട് ചെയ്ത് നിന്നത് കൊണ്ട് തന്നെ ദ എൻറ്റയർ ഫാമിലി, ബിക്കോസ് എൻ്റെ ഫാമിലി ഈസ് ഹ്യൂജ്, വലിയ ഫാമിലി ആണല്ലേ. കീഴതിയിൽ എന്ന് പറഞ്ഞിട്ട് വലിയൊരു ഫാമിലിയാണ്. അപ്പോ അവിടെ ഒരുപാട് അമ്മാവന്മാര്, പോറ്റി മാമച്ചി എന്ന് നമ്മൾ പറയാം, അതായത് അമ്മയുടെ അമ്മാവന്മാര്, വല്യമ്മമാര്, ഇങ്ങനെ ഒരുപാട് പേരുണ്ട്. എവ്രി വൺ ലൈക്ക് എന്റെ കൂടെ നിൽക്കാണ് ബിക്കോസ് അമ്മയുള്ള കാരണം. അമ്മയുടെ സപ്പോർട്ട് ഇല്ലെങ്കിൽ ഫാമിലി കൂടെ ഉണ്ടായിരിക്കോ? നെവർ. അത് അറിയാം. യെസ്, ഐ നോ. ബിക്കോസ് ഓഫ് ഹെർ, ഓൺലി ബിക്കോസ് ഓഫ് അമ്മ അല്ലേ. സർജറി കഴിഞ്ഞിട്ട് അമ്മയുടെ ഫസ്റ്റ് റിയാക്ഷൻ എന്തായിരുന്നു? ഭയങ്കര സ്പെഷ്യൽ ആയിരിക്കും എന്തായാലും. അതായത് അമ്മ ഞാൻ കമൗട്ട് ആവുന്നതിന് മുമ്പ് സർജറി ചെയ്യുന്നതിനെ കുറിച്ച് കൺസേൺഡ് ആയിരുന്നത് പോലെ കമൗട്ട് ആയതിനു ശേഷം സർജറി ചെയ്യണം എന്നുള്ള ഒരു പോസിറ്റീവായിട്ട് കൂടെ നിന്നതും അമ്മയായിരുന്നു. ഓക്കെ, സർജറി കഴിഞ്ഞിട്ട് ഷി വാസ് ലൈക്ക് ഹാപ്പി ആയിരുന്നു. ഓക്കെ, ബിക്കോസ് പ്രത്യേകിച്ച് തട്ടുകേടുകളൊന്നും ഇല്ലാണ്ട് സർജറി ചെയ്തു വന്നു. ഞാൻ ആഗ്രഹിച്ച സർജറി ചെയ്യാൻ പറ്റി, അത് നല്ല രീതിയിൽ പോയി എന്നൊക്കെ ഉള്ളപ്പോൾ ഷീസ് ഹാപ്പിയാണ്. പിന്നെ ഐ തിങ്ക് ഇറ്റ്സ് വെരി ഷുവർ ദാറ്റ് നിങ്ങൾക്ക് എന്ന് പറയുന്നത് നിങ്ങളല്ല, ലൈക്ക് ഈ സർജറി ചെയ്ത് കഴിയുന്ന ആൾക്കാർക്ക് എന്ന് പറയുന്നത് ന്യൂ ബർത്ത് ആണ്. ഓരോ ദിവസവും ഹോർമോൺസ് എടുക്കുന്നു, ലൈക്ക് ഹെയർ വളരുന്നു, ബോഡി പാർട്സ്, പുതിയ ബോഡി പാർട്സുകൾ വരുന്നു. ഇറ്റ്സ് ലൈക്ക് അത് ഭയങ്കര ഒരു പുതിയൊരു റെജുവിനേഷൻ പോലത്തെ ഒരു ആ ഒരു പ്രോസസ് ഭയങ്കര എല്ലാ ട്രാൻസ്മെന്നാണെങ്കിലും വുമൻ ആണെങ്കിലും അത്ര സ്പെഷ്യലാണ്. വെരി സ്പെഷ്യൽ. ഹൗ അത് എങ്ങനെ അതിലൂടെ കടന്നു പോകുമ്പോൾ എത്രത്തോളം ഹാപ്പി ആയിരുന്നു? കാരണം ഇത്രയും കാലം ആഗ്രഹിച്ചതിലോട്ട് എത്തുന്നു നമ്മൾ. ആ ഒരു ഹാപ്പിനെസ് എങ്ങനെ? അതായത് ഞാൻ എൻ്റെ സർജറി കഴിഞ്ഞ് ഞാൻ ബെഡിൽ കിടക്കുമ്പോൾ ആ ബോധം വരുമ്പോൾ ആദ്യം നമ്മുടെ കൈ പോകുന്നത് തന്നെ അങ്ങോട്ടേക്കാണ്. ഓക്കെ, ഐ ഗോട്ട് ഇറ്റ്. യെസ്, ആ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ നമ്മൾ അമ്മമാര് കുഞ്ഞിനെ കാണുന്ന അനുഭവം പറഞ്ഞു കേട്ടിട്ടുണ്ട്, നമ്മളത് എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. അതുപോലെയാണ് ഈ ഒരു ഫീൽ. നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. ബട്ട് ആ ഫീൽ എന്ന് പറയുന്നത് ഇസ് ലൈക്ക് നമ്മൾ ലോകത്തെല്ലാം നേടി നമ്മൾ നിൽക്കുമ്പോൾ നമുക്കൊരു ഫീൽ ഉണ്ടാവില്ലേ? സോ ആ ഫീലായിരുന്നു. ദെൻ അത് കഴിഞ്ഞ് നമുക്ക് ഈ പെയിൻ ഒന്നും നമുക്ക് നമ്മൾ ആ സന്തോഷത്തിൽ അറിയില്ല. ദെൻ ആഫ്റ്റർ ഈ ഒരു സർജറിയുടെ ആ ഒരു ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം കണ്ണാടിയിലേക്ക് നമ്മുടെ ശരീരം നോക്കുമ്പോൾ ലൈക്ക് വാവ്, യു ലുക്ക് ഗുഡ്. ദാറ്റ് ഫീൽ ഇസ് ഇൻഡെലിബിൾ അല്ലേ, മായ്ക്കാനാവാത്തൊരു ഫീൽ അല്ലേ. അതിപ്പോഴും മനസ്സിലുണ്ടല്ലോ. അല്ലെ, സ്റ്റിൽ ഇപ്പോഴും when you look at yourself in mirror and wow, like that, അങ്ങനത്തെ ഒരു ഫീൽ ആണല്ലേ. ഇതിന്റെ ഹോർമോൺസ് ഒക്കെ എടുക്കുന്ന സമയത്ത് ഒരു ടൈം പീരീഡ് ഉണ്ടല്ലേ? ലൈക്ക് ഒരു ഈ സ്കെഡ്യൂൾ കഴിഞ്ഞ് എടുക്കണം, ലൈക്ക് ഒരു 1 month കഴിഞ്ഞ് എടുക്കണം. കറക്റ്റ് ഫോളോ അപ്പ് ചെയ്യുന്ന ഒരാളാണോ? ഞാൻ ഫോളോ അപ്പ് ചെയ്യുന്ന ഒരാളാണ്. ബിക്കോസ് വാട്ട് മൈ ഡോക്ടർ സേ, ബിക്കോസ് എൻ്റെ ശരീരം, ഐ എം ആൻ ആർട്ടിസ്റ്റ്.
ഒരു എന്റർടൈൻമെന്റ് ഫീൽഡിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. സോ എന്റെ ശരീരം ഇസ് ഇമ്പോർട്ടന്റ് ആണ്. അതെ അതെ അതെ. ഡോക്ടർ എന്താണോ പറയണത് അതനുസരിച്ചാണ് എല്ലാം കൃത്യമായിട്ട് ചെയ്യണത്. ഡോക്ടറിന്റെ പേരൊന്ന് പറയാൻ പറ്റുമോ? സന്ദീപ് ഡോക്ടർ. സന്ദീപ് ഡോക്ടർ. അമൃതയിലെ സന്ദീപ് ഡോക്ടറാണ് എന്റെ സർജറീസ് ചെയ്തത്. ഈസ് ലൈക്ക് ഗോഡ്. സത്യം, ജീവിച്ചിരിക്കുന്ന ഒരു ഗോഡ് അല്ലേ? ജീവിച്ചിരിക്കുന്ന ഒരു ഗോഡ്. ആൻഡ് ദർ ആർ പീപ്പിൾ ഹു ഐ ഡോണ്ട് വാണ്ട് ടു മെൻഷൻ ദെയർ നെയിംസ്, ബട്ട് എനിക്ക് ഈ ഒരു ജനിച്ചപ്പോൾ എനിക്ക് ഈ ഒരു ശരീരം തന്നത് എൻ്റെ അമ്മയും അച്ഛനുമാണ്. ബട്ട് ആഫ്റ്റർ ഈ ഒരു ശരീരം, ഞാൻ ആഗ്രഹിച്ച ശരീരം തന്നവരൊക്കെ എൻ്റെ പാരൻസ് ആണ്. അതെ. സോ ആ തന്ന വ്യക്തികളുണ്ട് 2-3 പേര്. സോ ഓൾവേസ് അവരോട് കടപ്പെട്ടിരിക്കുന്നു. പിന്നെ സന്ദീപ് ഡോക്ടറോട് യാതൊരുവിധ പാകപ്പിഴകളും ഇല്ലാതെ ഞാൻ ആഗ്രഹിച്ചതുപോലെ എൻ്റെ ശരീരം ചെയ്തു തന്നതിലും അദ്ദേഹത്തോടും ഒരിക്കലും മാറ്റാൻ പറ്റാത്ത നന്ദിയുണ്ട്. ഈ കൺസൾട്ടേഷൻ ഡിസ്കഷന് പോകുമ്പോൾ എക്സൈറ്റിംഗ് ആയിരിക്കും, നെർവസ് ആണ്. അപ്പൊ നമ്മൾ കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും, ഡോക്ടർ ഇത് അങ്ങനെ വരുമോ? ഫസ്റ്റ് ഡോക്ടറോട് വളരെ കൺസേൺ ആയിട്ട് ചോദിച്ചത് എന്താ? ഞാൻ കൺസേൺ ആയിട്ട് പറഞ്ഞത്, ഡോക്ടർ ഐ എം എ ഡാൻസർ. ഓക്കെ, എന്ത് വേണമെങ്കിലും ആയിക്കോളൂ, എന്റെ ഡാൻസിനെ അഫക്റ്റ് ചെയ്യാൻ പാടില്ല. അതിന് പ്രകാരമായിരുന്നു എല്ലാം പുള്ളി ചെയ്തത്, എല്ലാം. അത് ഭയങ്കര ഹാപ്പി അല്ലേ? ഹാറ്റ്സ് ഓഫ്. ഹാറ്റ്സ് ഓഫ്. അത് കുറെ ആൾക്കാർ ഇങ്ങനെ ഹോർമോൺസ് എടുക്കാൻ പറ്റാതെ പ്രശ്നങ്ങൾ വരുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവര് ഒരു ടൈം കഴിഞ്ഞ് പിന്നെ എടുക്കുമ്പോൾ കറക്റ്റ് ആവാറുണ്ടോ? പിന്നെ ഒരു ടൈം തെറ്റി എടുക്കാതെ സ്കിപ്പ് ചെയ്യുമ്പോൾ പ്രശ്നങ്ങൾ വരുന്നുണ്ടോ? എനിക്കങ്ങനെ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഞാനും സ്കിപ്പ് ചെയ്യാറുണ്ട് ഇടയ്ക്ക്. ലൈക്ക് ഇപ്പൊ ഒരു ഹെക്ടിക് സ്കെഡ്യൂൾ, ഇപ്പൊ ഓഗസ്റ്റ് മാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഒരു ദിവസം പോലും ഫ്രീ ഇല്ലാത്ത ഹെക്ടിക് സ്കെഡ്യൂൾ ആയിരുന്നു. ഷോസും ഷൂട്ടൊക്കെ. അപ്പോ ആ ഒരു ഓഗസ്റ്റ് മാസം എനിക്ക് ഓൾമോസ്റ്റ് എടുക്കാൻ പറ്റിയിട്ടില്ല, ഹോർമോൺസ് എടുക്കാൻ പറ്റിയിട്ടില്ല. ബട്ട് സ്റ്റിൽ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല. ആൻഡ് അത് കഴിയുമ്പോഴത്തേക്കും എടുത്തു തുടങ്ങും. കുറെ സർജറി ചെയ്തിട്ട് അനന്യൊക്കെ ഭയങ്കരമായിട്ട് ഇപ്പോഴും നമുക്ക് ഭയങ്കര വിഷമമാണ്. കാരണം അത്രയും ചെറുപ്പം മുതൽ ആഗ്രഹിച്ച് ഒരുപാട് പൈസ കൂട്ടി വെച്ച് ഇഷ്ടമില്ലാത്ത ജോലിക്ക് പോയി അത്രയും ബുദ്ധിമുട്ടി സ്വന്തം വീട്ടുകാർ മാറ്റി നിർത്തി, എന്നിട്ട് സർജറി ചെയ്ത് അവര് മരിക്കുന്ന തലേ ദിവസം വരെ ആ അനന്യ ചേച്ചി അത്ര നല്ല റെസ്പോണ്ട് ചെയ്തു, നല്ല പോലെ ശബ്ദം ഉയർത്തി സംസാരിച്ചൊരു വ്യക്തിയാണ്. എന്നിട്ടും എത്തിയതെന്നു. അത് സപ്പോർട്ടേഴ്സ് ഇല്ലാത്ത കാരണമാണോ അതോ റെസ്പോൺസിബിൾ ആരും സപ്പോർട്ട്? മാമിന് എന്താ തോന്നുന്നത്? ഒരു വ്യക്തി അയാളുടെ മാനസികാവസ്ഥ എന്തായിരുന്നു എന്ന് നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അവർ ചെയ്യുന്ന സമയത്ത് അവരുടെ മനസ്സിൽ എന്ത് ചിന്തയിലാണ്, ഒരു സെക്കൻഡത്തെ ഒരു ചിന്തയല്ലേ. അപ്പൊ അതെന്തായിരുന്നു നമുക്ക് പറയാൻ പറ്റില്ല. സപ്പോർട്ടേഴ്സ് ഇല്ലായിരുന്നു എന്നൊന്നും ഒരിക്കലും പറയാൻ പറ്റില്ല. ബിക്കോസ് അതുപോലെ കമ്മ്യൂണിറ്റി മെമ്പേഴ്സ്, കമ്മ്യൂണിറ്റിയിലുള്ളവരൊക്കെ അവരുടെ കൂടെ നിന്നു. അവരുടേന്ന് മാത്രമല്ല, എനിക്ക് തോന്നുന്നു ഓൾസോ ഐ ഡോണ്ട് വാണ്ട് ടു മെൻഷൻ നെയിംസ്, ബട്ട് സ്റ്റിൽ ഒരുപാട് പേര് എല്ലാവരുടെയും ഒപ്പം നിൽക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ സപ്പോർട്ട് ഇല്ല എന്നുള്ളതൊന്നും ഐ ഡോണ്ട് നോ. പക്ഷെ ഒരിക്കലും എന്താ സഹിക്കാൻ പറ്റാത്ത ഏതോ ഒരു ചിന്ത കടന്നുകൂടിയത് കൊണ്ടാണല്ലോ അങ്ങനെ സർജറി.